സൂര്യയിൽ മഹാസമ്മാന മാസം. ദിവസവും 50 പേർക്കായി 2.5 ലക്ഷം രൂപയുടെ പൊന്നുമായി ഈ വാരം സ്വർണവാരം. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ. ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകൂ. 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ. മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് ഇന്നു മുതൽ പങ്കെടുക്കാം. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ TV. ഒരമ്മയുടെ കാവലും കരുതലുമായി അവര് കൂടെ ഉണ്ടായിരുന്നു. അന്നവര് ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും നിങ്ങൾക്ക് വേണ്ടിയാ വിനിയോഗിച്ചത്. അമ്മയെ കാണാൻ ആവശ്യത്തിന് സമയം കിട്ടുമ്പോ മാത്രം നേരിട്ട് വന്നാ മതി. വേണ്ടായിരുന്നു. വാപ്പച്ചി, ഇതെന്തിനാ മോളെ? സിസ്റ്റർ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. വാപ്പച്ചിക്ക് വിളിക്കാൻ. എനിക്ക് ആരെ വിളിക്കാനാ മോളെ? റഹീമിനെയും ജമീലയും, വാപ്പച്ചിയുടെ കൊച്ചുമക്കളെ. നീ അതൊക്കെ ഓർത്തു വെച്ചിരിക്കുക? വാപ്പച്ചി എപ്പോഴും ഓർക്കുന്ന കാര്യമല്ലേ? വിളിക്ക് വാപ്പച്ചി. വിളിക്കണോ മോളെ? വിളിക്ക്. ഹലോ മോനെ റഹീമേ, വല്യപ്പയാടാ ഇത്? വലിയപ്പാ. മോനെ റഹീമേ, എത്ര കാലമായിടാ നിന്നെ കണ്ടിട്ട്. മോന് സുഖാണോ? ആ മോനെ, എനിക്കിവിടെ സുഖാ. ആ വല്യപ്പ ഒരു യാത്രയിലാ. ആ അതെ അതെ. മോൻ വിഷമിക്കണ്ട, വല്യപ്പ ഉടനെ മടങ്ങി വരും. മടങ്ങി വരുമ്പോ ഒരുപാട് സമ്മാനങ്ങളുമായി വല്യപ്പ എത്താട്ടോ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ആ എല്ലാവരോടും വല്യപ്പ അന്വേഷിച്ചു എന്ന് പറയണം. മോനോട് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. ശരി മക്കളെ. ഉമ്മ ഉമ്മ സംസാരിച്ചു. എൻ്റെ കുഞ്ഞു മക്കളോട് മനസ്സ് നിറഞ്ഞ് സംസാരിച്ചു. അവർ ചോദിക്കുക വല്യപ്പ എന്നാ മടങ്ങി വരുന്നതെന്ന്. വല്യപ്പ ഒരു യാത്ര പോയിരിക്കുക എന്നാ എൻ്റെ മോൻ മക്കളോട് പറഞ്ഞിരിക്കുന്നത്. വാപ്പച്ചിക്ക് സങ്കടമായോ? ഇല്ല മോളെ, എൻ്റെ കൊച്ചുമക്കളുടെ സ്വരമെങ്കിലും ഒന്ന് കേൾക്കാനായല്ലോ എനിക്ക്. ഇനിയിപ്പോൾ വല്ലപ്പോഴും ഒക്കെ സംസാരിക്കാമല്ലോ എനിക്ക്, കാണാൻ പറ്റിയില്ലെങ്കിലും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ എപ്പോഴും കാണാൻ പറ്റണമെന്നില്ല വാപ്പച്ചി. പക്ഷേ നമ്മുടെ മനസ്സിൽ അവരെപ്പോഴും ഉണ്ടല്ലോ, അത് മതി. എൻ്റെ മോളെ. ആനി വീട്ടുജോലിക്ക് പോയതിനെ ഞാൻ കുറ്റം പറയില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. അതങ്ങനെ ഒരു സ്ഥിരം ജോലിയൊന്നും അല്ല. കുറച്ച് കാശ് കടം വാങ്ങിച്ചതിന് അവരെന്നെ കൊണ്ട് ചെയ്യിച്ചതാ. അന്യന്റെ കൈ നീട്ടി എത്ര കാലം ജീവിക്കാനാകും ആനി? ആരെങ്കിലും കുറച്ച് പണം തന്നാ തീരുന്നതാണോ ആനിയുടെ പ്രശ്നങ്ങൾ? മക്കളെ വളർത്തണ്ടേ, പഠിപ്പിക്കണ്ടേ? ജോൺസൺ മടങ്ങി വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുമെന്ന് കരുതി എത്ര കാലം കാത്തിരിക്കും? ഞാൻ എന്ത് ചെയ്യണമെന്ന് സാമൂല് പറയുന്നത്? എല്ലാ ദുരഭിമാനവും മാറ്റി വെച്ചിട്ട് പറയാ. എന്റെ മക്കളുടെ വിശപ്പടക്കാൻ വേണ്ടി അന്തസ്സുള്ള എന്ത് ജോലി ഞാൻ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ജോലി കിട്ടണ്ടേ? എന്നെ പോലെ പഠിപ്പും വിവരം ഒന്നുമില്ലാത്ത ഒരാൾക്ക് ആര് ജോലി തരാനാ? ജോലി വാങ്ങാനല്ല ആനി, ജോലി കൊടുക്കുന്ന ആളാകാനാ നോക്കേണ്ടത്.
ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ചോക്ക് അന്വേഷിച്ചു പോയി എന്ന് പറയുന്ന പോലെയാ ആനിയുടെ കാര്യം. അച്ചോ, അച്ഛന് ഞാനൊരു തത്തയെ വാങ്ങിയിട്ടുണ്ട്. തത്തയോ? ആ, അതിന് നല്ലൊരു കൂടുണ്ട് അച്ചോ. അതെന്നതിനാ? ആ, അത് അച്ഛൻ്റെ ഒരു മനസന്തോഷത്തിന് വെറുതെ ഇരിക്കുമ്പോ തന്നെ മിണ്ടി മറിഞ്ഞിരിക്കാലോ. നിനക്കെന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ ചാണ്ടി. അത് അച്ചോ, അത് പിന്നെ നിന്റെ ശമ്പള വർധനവിന്റെ കാര്യമല്ലയോ? അത് അച്ഛനെ മനസ്സിലായി. എടാവേ, മനുഷ്യൻ അവന്റെ കാര്യലാഭത്തിന് വേണ്ടിയാ എല്ലാ കാര്യവും ചെയ്യുന്നത്. തത്തയുടെ തടവ് മനുഷ്യന്റെ ആനന്ദം. അച്ഛനത് വേറെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാണല്ലോ. അതെ, എഞ്ചലിന്റെ സഹോദരങ്ങളെയും അമ്മയെയും കൂട്ടിലടയ്ക്കാൻ അവിടെ ഒരു ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുക. അയ്യോ, അതെവിടെ അച്ചോ? അമ്പനാടൻ വീട്ടില്. ജോൺസൺ ജയിലിലായ പിന്നെ ആനിയും മക്കളും കഷ്ടത്തിലാണല്ലോ. അവരെ കുറച്ച് പണം കൊടുത്ത് സഹായിക്കാമെന്ന് സോളമനൊരു ആലോചനയുണ്ട്. അത് അയാൾ വീട്ടുകാരോട് പറയുകയും ചെയ്തു. അപ്പോ സോളമന്റെ ഭാര്യ എൽസയ്ക്ക് തോന്നിയ ഒരു ബുദ്ധിയാ ആനിയെയും മക്കളെയും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താമെന്നുള്ളത്. ആ, അത് നല്ല കാര്യമില്ല അച്ചോ. അവിറ്റാണ് വല്ല കഞ്ഞിയും വെള്ളം കുടിച്ച് അവിടെ ജീവിച്ചോട്ടെ. അതത്ര നല്ല ബുദ്ധിയല്ല ചാണ്ടി. അവരെ അവിടെ കൊണ്ടുപോയി നന്നാക്കാനല്ല, വീട്ടുവേല ചെയ്യിക്കാനാ എൽസയുടെ പരിപാടി. അവിടെ അമ്മ ഏലിയാമ്മ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാ. ആനിയ വല വീഴു അച്ചോ. മാലാഖ കുഞ്ഞിന്റെ സഹോദരങ്ങളെയും അമ്മയെയും വിട്ടുകൊടുക്കുവോ മാതാവ്? മാതാവ് ഈ രാത്രി തന്നെ ആനിയുടെ തലയിൽ ഒരു ബുദ്ധി തോന്നിപ്പിക്കും. എന്നതാ അമ്മച്ചി? മക്കളോടൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കാനും തീരുമാനിക്കാനും വേണ്ടിയിട്ടാ. എന്താ? പപ്പ ഇപ്പൊ ജയിലില്ല. ഉടനെയൊന്നും അവര് വിടുവൊന്നും തോന്നുന്നില്ല. പപ്പ വരുന്നത് വരെ നമുക്ക് ആഹാരം കഴിക്കണം. കറണ്ട് ബില്ല്, വീട്ടു ചെലവ്, എല്ലാത്തിനും കാശ് വേണം. അതിനെന്താ ചെയ്യാ? എന്തെങ്കിലും ജോലി ചെയ്താലേ ആൾക്കാരുടെ അടുത്തുനിന്ന് കാശ് കിട്ടൂ. അതിനമ്മച്ചി എന്ത് ജോലി ചെയ്യാനാ? നല്ല ശമ്പളം കിട്ടുന്ന ജോലിക്കുള്ള പഠിപ്പൊന്നും അമ്മച്ചിക്കില്ല. അല്ലെങ്കിൽ വീട്ടുവേലയ്ക്കോ സെയിൽസ് ഗേൾ ആയിട്ടോ പോവണം. അതിനൊന്നും വലിയ ശമ്പളമൊന്നും കിട്ടില്ല. നിങ്ങളുടെ കാര്യങ്ങളൊന്നും നേരാവണ്ണം നോക്കാനും പറ്റില്ല. പിന്നെ പപ്പ ഈ കുടുംബം നടത്തിയിരുന്നത് ചായക്കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാ. അതവിടെ വെറുതെ കിടക്കുക. തുറന്ന് കച്ചവടം തുടങ്ങാൻ ഒരു കൈ സഹായത്തിന് ഷാജിയേട്ടനെയും കൂടെ വിളിക്കാം. അതിന് കുറെ കാശൊക്കെ വേണ്ടേ അമ്മച്ചി? കുറച്ച് കാശ് തന്ന് സഹായിക്കാന്ന് സാമുല് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് ചെറിയ രീതിയിൽ തുടങ്ങാം ആദ്യം. പെണ്ണുങ്ങളെ കൊണ്ട് ചായക്കടയൊക്കെ നടത്താൻ പറ്റുമോ? പെണ്ണുങ്ങള് വിമാനം പറത്തുന്നു. പിന്നെ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ അമ്മച്ചിക്ക് എന്ത് സാധിക്കും. ഞങ്ങളുണ്ടല്ലോ അമ്മച്ചി. ഉറപ്പായിട്ടുണ്ട് അമ്മച്ചി. എന്റെ ഏഞ്ചല് മോള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഏഞ്ചലേ, ഏഞ്ചലേ, ഏഞ്ചലേ. ഇവിടെ ആരാ എന്നെ ഏഞ്ചലേന്ന് വിളിക്കുന്നത്?
ഏഞ്ചലേ 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 കുട്ടിയാണോ എന്നെ വിളിച്ചത്? കുട്ടിക്ക് എങ്ങനെ അറിയാം ഞാൻ ഏഞ്ചലാണെന്ന്? എനിക്ക് എല്ലാം അറിയാം. അതെങ്ങനെ? വിടില്ല നിന്നെ ഞാൻ കിടക്കേണ്ട സ്ഥലത്താ നീ ഇപ്പൊ കിടക്കുന്നത്. കുട്ടി ആരാ? ഞാൻ കുഞ്ഞാറ്റ. എന്താണോ? ഞാനൊരു സ്വപ്നം കണ്ടതാ. മനുഷ്യനെ കിടത്തി ഉറക്കില്ല അവനൊരു സ്വപ്നം. മാതാവേ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. അവൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ. കാത്തോളേ മാതാവേ. കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ, മോളെ കുഞ്ഞാറ്റെ, മോളെ. എന്ത് പറ്റി മരിയ? കുഞ്ഞാറ്റെ കണ്ടായിരുന്നോ? ഇല്ല. അയ്യോ, എന്റെ കുഞ്ഞെവിടെ പോയി? കുഞ്ഞാറ്റെ, മോളെ, കുഞ്ഞാറ്റെ, മോളെ, കുഞ്ഞാറ്റെ. അയ്യോ, എന്റെ മോള്. കുഞ്ഞാറ്റെ, ഈവ, എന്റെ കുഞ്ഞാറ്റെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ലല്ലോ. എവിടെ? കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റ എവിടെ പോയി? കുഞ്ഞാറ്റെ, മോളെ, കുഞ്ഞാറ്റെ, 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 എന്റെ കുഞ്ഞാറ്റ മോള്. അയ്യോ, കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ, മോളെ. അയ്യോ, കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ. അയ്യോ, എന്താ ഇത്? അയ്യോ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? അച്ഛന്റെ കൂട്ടുകാരന്റെ മോനെ അച്ഛൻ വടിയാക്കി. ടിന്റുമോൻ തലവേദനയായി ഇതാ പത്രത്തിലിരിക്കുന്നു. ടിന്റുമോൻ ഇതല്ല ഇന്നലത്തെ പത്രത്തിലാ കൂട്ടുകാർ. ഇന്നത്തെയോ ടിന്റുമോൻ അതെ, അപ്പുറത്തെ വരാന്തയിൽ ഇന്നലത്തെ പത്രം വായിച്ച് വിരിച്ചു കിടക്കുന്നു. മോനിപ്പം നന്നായി വായിക്കുന്നുണ്ടല്ലോ. ആമി, കുഞ്ഞാറ്റയുടെ ശരീരം മുഴുവനും കുരുക്കൾ പൊങ്ങിയിരിക്കുക. ബോധവും പോയി. എവിടെ എവിടെ അവള്?
മരിയ, വാതിൽ തുറക്ക്. മരിയ, വാതിൽ തുറക്കാനാ പറഞ്ഞത്. മറിയമ്മ കുഞ്ഞാറ്റ എന്തെങ്കിലും ചെയ്യോ? മരിയ, മര്യാദയ്ക്ക് വാതിൽ തുറക്ക്. തുറന്നില്ലെങ്കിൽ ഈ വാതിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കും. നിന്റെ കുഞ്ഞാറ്റയും കൊണ്ട് പോകും. കൊണ്ടുപോവോ? നിങ്ങൾ എന്റെ കുഞ്ഞാറ്റെ കൊണ്ടുപോവോ? മരിയ, പറയുന്ന കേക്ക്. ആ കുഞ്ഞിന് അസുഖമാണ്. സമയത്ത് വേണ്ട ചികിത്സ കിട്ടിയില്ലെങ്കിൽ അപകടമാണ്. അസുഖം? എന്തസുഖം? എന്റെ കുഞ്ഞാറ്റയ്ക്ക് ഒരു അസുഖവും ഇല്ല. ആ കുഞ്ഞിനെ കൊല്ലണോ നിനക്ക്? ഞാൻ എന്റെ കുഞ്ഞാറ്റെ കൊല്ലുന്നോ? മാറങ്ങോട്ട്. ആരും അകത്തേക്ക് വരണ്ട. എല്ലാരും കൂടി ഇവിടെ കൂടി നിൽക്കണ്ട. കുട്ടിക്ക് ഇത്തിരി കാറ്റ് കിട്ടണം. ദൈവമേ, കുഞ്ഞാറ്റയ്ക്ക് എന്താ പറ്റിയേ? മാതാവേ, കാത്തോളണേ. മരുന്നിപ്പൊ കൊണ്ടുവരും. വാതിൽ അടച്ചിടരുത്. നിന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയാ പറയുന്നേ. ആമി, കുഞ്ഞാറ്റയ്ക്ക് എന്താ അസുഖം? ആരും റൂമിൽ കയറണ്ട. പകരുന്ന അസുഖ. പെട്ടെന്ന് വാങ്ങണം. കൂടാതെ ആര്യവേപ്പിലയും മഞ്ഞളും. ശരി അമ്മി. ചിക്കൻ പോക്സ്? അതിന്റെ മറ്റൊരു വകഭേദം. മനസ്സിലായില്ല. തുടച്ചു നീക്കിയെന്ന് നമ്മൾ കരുതുന്ന ചില അസുഖങ്ങൾ പഴയതിനേക്കാൾ അപകടകരമായി വീണ്ടും പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് പഴയതിനേക്കാൾ മാരകമായിരിക്കും. ചികിത്സ പോലും നമുക്ക് കൃത്യമായി നിർണയിക്കാനാവില്ല. ആമി, കുഞ്ഞാറ്റ അവളിപ്പോ മാതാവിന്റെ കൈകളിലാ. പെട്ടെന്ന് പകരുന്നല്ലേ പറഞ്ഞത്? അപ്പോ മറിയയ്ക്കും? ചില ദുരന്തങ്ങൾ ആർക്കും തടയാനാവില്ല സിസ്റ്റർ. ആനി, ദോശയ്ക്ക് ഇഡ്ഡലിക്കുള്ള മാവ് അരച്ചു വെച്ചിട്ടുണ്ട്. പൊറോട്ടയ്ക്കുള്ള മാവും കുഴച്ചു. പുട്ടിനുള്ള സാധനങ്ങൾ റെഡിയാ. കടലക്കറിയും മുട്ടയൊക്കെ അടുപ്പി തിളയ്ക്കുന്നു. മതി ഷാജിയേട്ട. ആൾക്കാര് വരുമ്പോ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. ഇതാ പറയുന്നത്, അടുക്കള കാര്യങ്ങൾ പെണ്ണുങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണമെന്ന്. ഏത് ഹോട്ടലിന് മുന്നിലാണെങ്കിലും വീട്ടിലെ ഊണെന്നൊരു ബോർഡ് വെച്ചാ ആള് കൂടും. നമുക്ക് തട്ടിപ്പും വെട്ടിപ്പും ഒന്നും വേണ്ട. ന്യായമായിട്ടുള്ള ലാഭം മാത്രം മതി. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത കാലമായത്. ഗ്യാസിന്റെ വിലയൊക്കെ റോക്കറ്റ് പോകുന്ന പോലെ പോകുന്നത്. എന്നാലും നമുക്കുള്ളത് മതി. പിടിച്ചു പറിച്ചു കിട്ടുന്ന കാശുകൊണ്ട് ആഹാരം കഴിച്ചാൽ ദഹിക്കത്തില്ല. അത് ശരിയാ. ഇസമോളുടെ ക്ലാസ് കഴിഞ്ഞെങ്കിലേ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി വെക്കി. നീ ഇതെങ്ങോട്ടാ? ഗ്ലാസ് കഴുകാൻ ചേച്ചി സഹായിക്കാൻ. ഒരു ചായ കുടിക്കാൻ നിന്ന ഗ്ലാസിന്റെ കഥ തീർക്കുന്ന ആളാ നീ. അവിടെ പോയിരുന്ന് കളിച്ചാ മതി. അതാ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം.
മോളിത് കഴുകി വെക്കും. ആൾക്കാർ വന്ന് തുടങ്ങാറായോ ഷാജിയേട്ടാ? നാട്ടിൻ പുറമല്ലേ, അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്നൊരു കട്ടൻ ചായ കുടിക്കുന്നതാ ഇവിടുത്തെ ശീലം. റബ്ബർ ടാപ്പിങ്ങിനും തോട്ടത്തിൽ പണിക്ക് പോകുന്നവരൊക്കെ രാവിലെ ഇറങ്ങുന്നതാ. പക്ഷേ നമ്മൾ കട തുറന്ന ദിവസം അവരറിഞ്ഞിട്ടില്ലല്ലോ. അപ്പുറത്തുണ്ടായിരുന്ന ബേബിയുടെ കട പൂട്ടിയതോടെ ഈ പ്രദേശത്ത് അടുത്തെങ്ങും ഒരു കടയില്ല. നമുക്ക് എത്രയാളെ പ്രതീക്ഷിക്കാം? ഏറ്റവും കുറഞ്ഞത് ഒരു 20 പേര് ഉറപ്പാ. അതിനുള്ള സാധനങ്ങളെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. കൂടുതൽ പേര് വന്നാ അപ്പൊ നമുക്ക് നോക്കാലോ.